പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. US തെരഞ്ഞെടുപ്പിൽ സ്വന്തം പൗരന്മാർക്ക് മാത്രം വോട്ടവകാശമെന്ന നിയമം വരുന്നു. നിയമഭേദഗതിയിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. വോട്ട് ചെയ്യുന്നതിന് അമേരിക്കൻ പാസ്പോർട്ടോ ജനന സർട്ടിഫിക്കറ്റോ നിർബന്ധമാക്കുന്ന തരത്തിലാണ് ചട്ടങ്ങൾ മാറ്റുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ കുറ്റമറ്റതാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മാറ്റം കൊണ്ടുവരുന്നത്. വോട്ടർ പട്ടികയിൽ അമേരിക്കൻ പൗരന്മാരല്ലാത്തവരെ ഫെഡറൽ ഏജൻസികൾ കണ്ടെത്തണമെന്നും ട്രംപ് നിർദ്ദേശിച്ചു. സംസ്ഥാനങ്ങളോട് വോട്ടർ പട്ടിക തയ്യാറാക്കി സൂക്ഷിക്കാൻ ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആധുനിക കാലത്ത് പല വികസ്വര രാജ്യങ്ങളും നടപ്പിലാക്കി വരുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും സ്വീകരിക്കുന്നതിൽ അമേരിക്കയ്ക്ക് വീഴ്ച പറ്റിയെന്ന് ട്രംപ് പറഞ്ഞു. ഇന്ത്യയും ബ്രസീലും പോലുള്ള രാജ്യങ്ങൾ ബയോമെട്രിക് വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് വോട്ട് ചെയ്യാനെത്തുന്നവരെ തിരിച്ചറിയുന്നത്. ജർമ്മനിയും കാനഡയും പേപ്പർ ബാലറ്റാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ അമേരിക്കയിൽ അങ്ങനെയല്ലെന്നും ട്രംപ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ടെസ്ല ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ വിപണിയായ സൗദിയിലേക്ക് ഏപ്രിൽ 10-നാണ് ലോഞ്ച്. റിയാദിൽ നടക്കുന്ന ചടങ്ങിൽ ടെസ്ലയുടെ ഇലക്ട്രിക് വാഹനങ്ങളും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളും പ്രദർശിപ്പിക്കും. മധ്യപൂർവ്വ ദേശത്ത് ടെസ്ല കാറുകൾ വിൽക്കുന്നുണ്ടെങ്കിലും സൗദി അറേബ്യ കാർ നിർമ്മാതാക്കൾക്ക് ഒരു പുതിയ വിപണിയാണ്. ടൊയോട്ടയ്ക്ക് ഏകദേശം 30% വിപണി വിഹിതവും ഹുണ്ടായിക്ക് 25%, മറ്റ് ചൈനീസ് കാർ നിർമ്മാതാക്കൾക്ക് ഏകദേശം 15% വിപണി വിഹിതമുണ്ട്. സൗദിയിൽ വാർഷിക കാർ വിൽപ്പന ഏകദേശം 7 ലക്ഷം യൂണിറ്റാണ്. അവയിൽ ഭൂരിഭാഗവും SUV-കളാണ്. വമ്പൻ എണ്ണ ഉൽപാദക രാജ്യമായതിനാൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന കുറവാണ്. നികുതി ഇളവുകൾ, സബ്സിഡികൾ, ഇലക്ട്രിക് വാഹന അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയുടെ പ്രഖ്യാപനത്തോടെ ഈ എണ്ണം വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ റിയൽ എസ്റ്റേറ്റ് പണമിടപാടുകൾക്ക് ബാങ്ക് രേഖകൾ നിർബന്ധമാക്കി. ഇടപാടുകളുടെ സുതാര്യത ഉറപ്പാക്കുന്നതിനായാണ് നടപടി. റിയൽ എസ്റ്റേറ്റ് പണ ഇടപാടുകൾക്കെല്ലാം ബാങ്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ ചെക്ക് നിർബന്ധമാക്കിയതായി നീതിന്യായ മന്ത്രി നാസർ സുമൈത്ത് അറിയിച്ചു. തീരുമാനം നിലവിൽ വരുന്നതോടെ വാടക, വിൽപ്പന, ഔദ്യോഗിക കരാറുകൾ എന്നിവ ബാങ്ക് വഴി മാത്രമാകും. 2021 ഓഗസ്റ്റിന് മുമ്പുള്ള കരാറുകൾക്ക് ഈ നിയമം ബാധകമല്ലെന്ന് നീതിന്യായ മന്ത്രാലയം അറിയിച്ചു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്നതിന്റെയും ഭാഗമായിട്ടാണ് നടപടിയെന്ന് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദിയിൽ നിയമലംഘകർക്കെതിരെ പരിശോധന തുടരുന്നു. ഒരാഴ്ചക്കിടെ പിടിയിലായത് 27,150 പേർ. താമസ, തൊഴിൽ നിയമലംഘകരും അതിർത്തി സുരക്ഷാ നിയമലംഘകരുമാണ് അറസ്റ്റിലായത്. തൊഴിൽ, താമസ, അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കർശന പരിശോധനാ നടപടികൾ തുടരുന്നു. മാർച്ച് 13 മുതൽ 19 വരെ 25,150 നിയമലംഘകരാണ് പിടിയിലായത്. സുരക്ഷാ സേനയുടെ വിവിധ യൂണിറ്റുകളും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ടും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. 17,886 പേർ ഇഖാമ പുതുക്കാതെയും ഹുറൂബ് കേസുമായും ബന്ധപ്പെട്ട താമസ നിയമം ലംഘിച്ചവരാണ്. 4,247 അതിർത്തി സുരക്ഷാ ലംഘകരും 3,017 തൊഴിൽ നിയമലംഘകരുമാണ് പിടിയിലായത്. രാജ്യത്തേക്ക് അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 1,553 പേർ അറസ്റ്റിലായി. ഇതിൽ 69% എത്യോപ്യൻ പൗരന്മാരാണ്. നിലവിൽ നടപടികൾ നേരിടുന്ന 38,061 നിയമലംഘകരിൽ 35,795 പുരുഷന്മാരും 2,266 സ്ത്രീകളുമാണ്. അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ച് ആർക്കെങ്കിലും രാജ്യത്തേക്ക് പ്രവേശിക്കാൻ സൗകര്യമൊരുക്കുകയോ യാത്രാ സൗകര്യമോ അഭയമോ ഏതെങ്കിലും വിധത്തിൽ സഹായമോ സേവനമോ നൽകുകയോ ചെയ്താൽ 15 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഒപ്പം 10 ലക്ഷം റിയാൽ വരെ പിഴയും ചുമത്തും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളുടെ പട്ടികയിൽ GCC രാജ്യങ്ങൾ മുന്നിൽ. സുരക്ഷിത രാജ്യങ്ങളിൽ UAEക്ക് 2ാം സ്ഥാനം. നംബിയോയുടെ ഈ വർഷത്തെ സുരക്ഷാ സൂചികയിലാണ് UAEയും ഖത്തറും മികച്ച നേട്ടം കൊയ്തത്. UAE 100-ൽ 84.5 എന്ന ശ്രദ്ധേയമായ സുരക്ഷാ സൂചിക സ്കോർ നേടിയപ്പോൾ 84.2 സ്കോറുമായാണ് ഖത്തർ മൂന്നാമതെത്തിയത്. 84.7 സ്കോറുമായി യൂറോപ്യൻ രാജ്യമായ അണ്ടോറ 1ാം സ്ഥാനത്തെത്തി. തായ്വാൻ 4ാം സ്ഥാനവും ഒമാൻ 5ാം സ്ഥാനവും കരസ്ഥമാക്കി. 76.1 സ്കോറുമായി 14ാം സ്ഥാനത്തെത്തിയ സൗദി അറേബ്യയും 75.5 സ്കോറുമായി 16ാം സ്ഥാനത്തെത്തിയ ബഹ്റൈനും ഉൾപ്പെടെ സുരക്ഷിതമായ ആദ്യ 20 രാജ്യങ്ങളിൽ 5 എണ്ണം GCC രാജ്യങ്ങളാണ്. 2025 നംബിയോയുടെ ക്രൈം ഇൻഡെക്സിൽ ഏറ്റവും കുറഞ്ഞ 2ാമത്തെ കുറ്റകൃത്യ നിരക്കുള്ള രാജ്യമായി UAE റാങ്ക് ചെയ്യപ്പെട്ടു. ഇത് ലോകമെമ്പാടുമുള്ള ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിലൊന്നാണെന്ന അതിന്റെ പ്രശസ്തിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായി അധികൃതർ അറിയിച്ചു. കുറ്റകൃത്യങ്ങളുടെ തോത്, സുരക്ഷാ ആശങ്കകൾ, അക്രമ കുറ്റകൃത്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ എന്നിവ വിലയിരുത്തിയാണ് സുരക്ഷാ കുറ്റകൃത്യ സൂചികകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
റംസാനോടനുബന്ധിച്ചുള്ള തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതായി ഷാർജ വിമാനത്താവള അതോറിറ്റി. 5 ലക്ഷത്തിലേറെ യാത്രക്കാർ എത്തുമെന്നാണ് പ്രതീക്ഷ. മാർച്ച് 27 മുതൽ ഏപ്രിൽ 6 വരെയുള്ള ദിവസങ്ങളിൽ 5 ലക്ഷത്തിലേറെ യാത്രക്കാർ ഷാർജ വിമാനത്താവളത്തിലെത്തുമെന്നാണ് പ്രതീക്ഷ. 3344 വിമാന സർവീസുകളാണ് ഈ ദിവസങ്ങളിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. തിരക്കേറുന്ന സാഹചര്യത്തിൽ യാത്രക്കാർ സ്മാർട്ട് ചെക്ക് ഇൻ രീതികൾ ഉപയോഗപ്പെടുത്തണമെന്ന് അധികൃതർ അറിയിച്ചു. യാത്രക്കാർ 3 മണിക്കൂർ മുമ്പെങ്കിലും വിമാനത്താവളത്തിൽ എത്തണമെന്നാണ് നിർദ്ദേശം. കഴിഞ്ഞ വർഷം 1.7 കോടി യാത്രക്കാരാണ് ഷാർജ വിമാനത്താവളം വഴി കടന്നുപോയത്. മുൻ വർഷത്തേക്കാൾ 11.4% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.